നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. ദുരിതപ്പെയ്ത്ത്. കൊച്ചിയിൽ ലഘുമേഘ വിസ്ഫോടനം, കോട്ടയത്ത് മണ്ണിടിച്ചിൽ, വീടുകൾ തകർന്നു. കളമശ്ശേരിയിൽ 400ഓളം വീടുകളിൽ വെള്ളം കയറി. കളമശ്ശേരിയിൽ 2 മണിക്കൂറിനിടെ പെയ്തത് 150 മില്ലിമീറ്റർ മഴ. കനത്ത മഴയിലും കാറ്റിലും എറണാകുളം ജില്ലയിൽ വൻ നാശനഷ്ടം. നഗരത്തിലെ മിക്ക വീടുകളും കെട്ടിടങ്ങളും വെള്ളം കയറി. രാവിലെ മുതൽ അതിശക്തമായ മഴയിൽ കളമശ്ശേരിയിൽ മാത്രം 2 മണിക്കൂറിനിടെ 150 മില്ലിമീറ്റർ മഴ പെയ്തു. കൊച്ചിയിലുണ്ടായത് ലഘുമേഘ വിസ്ഫോടനമെന്ന കാലാവസ്ഥാ വിദഗ്ധർ. 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസമാണ് മേഘവിസ്ഫോടനമെന്ന് പറയുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കോട്ടയത്തും എറണാകുളത്തും കനത്ത മഴ തുടരുന്നു. തലനാട് മണ്ണിടിച്ചിലിൽ 2 വീടുകൾ തകർന്നു. ഇരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇരാറ്റുപേട്ട നടക്കലിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചിയിലും മഴ ശക്തമാണ്. കളമശ്ശേരിയിൽ ഏകദേശം 400ഓളം വീടുകളിൽ വെള്ളം കയറി. കളമശ്ശേരി മൂലേപ്പാടത്ത് മാത്രം 200ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ കളമശ്ശേരിയിൽ ആരംഭിച്ചിട്ടുണ്ട്. കളമശ്ശേരി ഗവൺമെന്റ് സ്കൂളിലും HMT സ്കൂളിലുമാണ് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. മന്ത്രി P. രാജീവ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തമ്മനം ഫൈസലിനും ഡിവൈഎസ്പി MG സാബുവിനും കൂട്ടുകച്ചവടം, കൈക്കൂലിപ്പണം പലിശയ്ക്ക് കൊടുക്കൽ. തമ്മനം ഫൈസലിനും ഡിവൈഎസ്പി സാബുവിനും കൂട്ടുകച്ചവടമെന്ന് റിപ്പോർട്ട്. വാഗമണിൽ റിസോർട്ട് വാങ്ങുവാൻ ഇരുവരും പദ്ധതിയിട്ടിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്യാനാണ് ഡിവൈഎസ്പി വിരുന്നിനെത്തിയതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തമ്മനം ഫൈസൽ പലിശയ്ക്ക് നൽകിയിരുന്ന പണം MG സാബുവിന്റേതെന്നും നിഗമനം. സാബുവിനൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം നൽകിയത്. ആഭ്യന്തര വകുപ്പിന് വേണ്ടത് പ്രത്യേക മന്ത്രിയെ. പോലീസിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. സംസ്ഥാന പോലീസിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. പോലീസിന് വേണ്ടത് ആഭ്യന്തരമന്ത്രിയെ എന്ന തലക്കെട്ടോടെയാണ് സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ. പോലീസിലെ ഒരു വിഭാഗം സേനയുടെ മൊത്തം വീര്യം ചോർത്തിക്കളയുന്നുവെന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. ആഭ്യന്തര വകുപ്പിന് പ്രത്യേക മന്ത്രിയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരത്തിന്റെ ഭാരവും പഴിയും കുറയുമെന്നും സമസ്ത നിലപാട് വ്യക്തമാക്കി. കനത്ത മഴയ്ക്കിടെ മിസോറാമിൽ ക്വാറി തകർന്ന് 10 പേർ മരിച്ചു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ കനത്ത മഴയ്ക്കിടെ മിസോറാമിലെ ഐസോൾ ജില്ലയിൽ ഒരു കല്ല് ക്വാറി തകർന്ന് 10 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. റൊമാൽ ചുഴലിക്കാറ്റ് സംസ്ഥാനത്തുടനീളം നാശം വിതച്ചതിന് ശേഷം ഐസോൾ പട്ടണത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്തുള്ള മെൽത്തത്തിനും ഹ്ലിമനിനുമിടയിലുള്ള പ്രദേശത്ത് രാവിലെ 6 മണിയോടെയാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. ഖനി തകർന്ന സമീപത്തെ നിരവധി വീടുകളും തകർന്നു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്തു. ഗെയിമിംഗ് സെന്ററിലെ തീപിടുത്തം, കമ്പനി സഹ ഉടമ ബന്ധുവീട്ടിൽ നിന്നും പിടിയിൽ. അഹമ്മദാബാദ് രാജ്കോട്ട് ദുരന്തത്തിൽ TRP ഗെയിമിംഗ് സെന്റർ സഹ ഉടമയും മുഖ്യപ്രതിയുമായ ധവാൽ തക്കർ പിടിയിലായി. അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാളെ രാജസ്ഥാനിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത്. കേസിൽ നേരത്തെ പിടിയിലായ 3 പ്രതികളെ കോടതി 14 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തീപിടുത്തത്തിൽ സ്ഥാപനത്തിന്റെ രേഖകൾ കത്തിനശിച്ചെന്നാണ് പ്രതികളുടെ വാദം. അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത ഗുജറാത്ത് ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ADGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ദിവസം പ്രാഥമിക റിപ്പോർട്ട് നൽകും.
പന്തീരങ്കാവ് പീഡനക്കേസ് രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും മുൻകൂർ ജാമ്യം. രാഹുൽ വിദേശത്തു തന്നെ. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലന്റെ അമ്മയ്ക്കും സഹോദരിക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവരെ വിട്ടയക്കുവാനും കോടതി നിർദ്ദേശിച്ചു. ഗാസയിലെ ഇസ്രായേലിന്റെ അതിക്രമം ഞെട്ടിക്കുന്നത്. സമാധാന പ്രേമികൾ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം തുടർന്നു വരുന്ന സാമ്രാജ്യത്വ അതിക്രമങ്ങൾ ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റാഫേൽ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകളിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബാക്രമണത്തിൽ 45ഓളം ജീവനുകൾ പൊലിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റാഫേൽ അതിക്രമം നിർത്തണമെന്ന രാജ്യാന്തര നീതിന്യായ കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. എക്സൈസ് വകുപ്പ് കയ്യിലുണ്ടോ എന്ന് മന്ത്രി രാജേഷ് പരിശോധിക്കണം. പരിഹസിച്ച വി.ഡി. സതീശൻ. കോഴിക്കോട് മദ്യനയ അഴിമതി വിവാദത്തിൽ എക്സൈസ് മന്ത്രി എം.പി. രാജേഷിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എക്സൈസ് വകുപ്പിന്റെ അധികാരം ടൂറിസം വകുപ്പ് കവർന്നെടുത്തിരിക്കുകയാണെന്നും എക്സൈസ് വകുപ്പ് കയ്യിലുണ്ടോ എന്ന് മന്ത്രി രാജേഷ് പരിശോധിക്കണമെന്നും സതീശൻ പരിഹസിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ കൂട്ടുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി. കുട്ടികളുടെ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക വൈകാരിക മേഖലകളിലെ സമഗ്ര വികാസം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ മൂല്യനിർണ്ണയ പരിഷ്കരണം നടത്തുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ ഗുണമേന്മ വിദ്യാഭ്യാസത്തിനായുള്ള മൂല്യനിർണ്ണയ പരിഷ്കരണം എന്ന വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ കോൺക്ലേവിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നുവരുന്ന പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയത്തിന്റെ രീതിയും മാറ്റുകയാണ്. 2005 മുതൽ പിന്തുടർന്നു പോരുന്ന നിരന്തര വിലയിരുത്തൽ പ്രക്രിയയുടെ ശക്തിയും ദൌർബല്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അപകടം ചുഴിയിലകപ്പെട്ട്. കാസർകോട് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. അരയിൽ കാർത്തിക പുഴയിലാണ് അപകടം. സിനാൻ ഉൾപ്പെടെ 3 പേരാണ് പുഴയിൽ കുളിക്കാനായി ഇറങ്ങിയത്. പുഴയിലെ ചുഴിയിലകപ്പെട്ടതാണ് അപകട കാരണം. ഒപ്പമുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തി. അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.